എറണാകുളത്ത് വയോധികയ്ക്ക് ജപ്തി ഭീഷണി. തേവയ്ക്കൽ സ്വദേശി ദേവകിയാണ് എടത്തല സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ജപ്തി ഭീഷണി നേരിടുന്നത്. ഏക മകളുടെ വിവാഹത്തിനായി എടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ജപ്തിയിലേക്ക് കാര്യങ്ങളെത്തിയത്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ക്യാൻറ്റീൻ ജീവനക്കാരിയായിരുന്ന ദേവകി തന്റെ ഏക മകളുടെ വിവാഹത്തിനായാണ് എടത്തല സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 3 ലക്ഷം രൂപ ലോൺ എടുത്തത്. വായ്പ അടച്ചിട്ടും 3.5 ലക്ഷം രൂപ കുടിശ്ശികയായി. കോവിഡ് കാലത്ത് തിരിച്ചടവ് മുടങ്ങിയതാണ് ജപ്തിക്ക് കാരണം. ജപ്തി ചെയ്താൽ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട ഗതികേടിലാണ് ദേവകി. എൻ്റെ മകളുടെ കല്യാണത്തിന് 2018 എടത്തല സൊസൈറ്റിയിൽ നിന്ന് 3 ലക്ഷം രൂപ ലോൺ എടുത്ത് മുടങ്ങാതെ 2 വർഷത്തോളം ഞാൻ അടച്ച്. അത് മുഴുവൻ പലിശയായി പോയി. ഇപ്പം എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. ആ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. കോവിഡ് പ്രതിസന്ധി സൃഷ്ടിച്ചതോടെ ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു. നാട്ടുകാരുടെ സഹായത്തോടെ 2020 മെയ് വരെ വായ്പ അടച്ചു. പിന്നീട് പണം അടയ്ക്കാനായില്ല. കഴിഞ്ഞ ദിവസമാണ് എടത്തല സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 3,43,971 രൂപയുടെ ജപ്തി നോട്ടീസ് വന്നത്. 2 ദിവസത്തിനകം പണമടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്നാണ് നോട്ടീസ്. തിരിച്ചടവ് മുടക്കത്തിന്റെ പേരിൽ വീട് ജപ്തി ചെയ്യില്ലെന്ന് സർക്കാർ പ്രഖ്യാപനം നിലനിൽക്കെയാണ് ബാങ്കിന്റെ ഭീഷണി. കിടപ്പാടം നഷ്ടപ്പെടുമെന്ന ഭീതിയിലാണ് ഈ 71കാരി. സുമനസ്സുകൾ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ദേവകി. 24 കൊച്ചി.